മനുഷ്യജീവിതത്തിൻ്റെ നിലനിൽപ്പ് സന്ദേഹത്തിലായിരിക്കുന്നു. ലോകം മുഴുവനും യുദ്ധഭീഷണിയും നരകവേദനയും അനുഭവിക്കുന്ന ഒരു സാഹചര്യം. വലിയ നോയമ്പെടുത്തുകൊണ്ട് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മഹത്തരമായ പുനരുത്ഥാന പെരുന്നാളിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിപ്പാൻ ഒരുങ്ങുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ഉയർന്നു കേൾക്കുന്നത് വിഭാഗീയതയുടെയും യാഥാസ്ഥിതികത്തിൻ്റെയും ശബ്ദങ്ങളാണ്. അമേരിക്ക ഫസ്റ്റ്, അതാണ് പാശ്ചാത്യ ലോകത്തിലെ ഒരു നവീന ശബ്ദം. യഥാർത്ഥത്തിൽ ഓരോ രാജ്യവും ഈ ലോക ജീവിതത്തിൽ മറ്റ് മനുഷ്യരെ, സഹോദരവർഗങ്ങളെ ഗൗനിക്കാതെ അവനവൻ്റെ രാജ്യത്തിൻ്റെ പ്രാദേശികത മാത്രം ഉയർത്തിപ്പിടിച്ചാൽ ലോകം എങ്ങനെ നിലനിൽക്കും? ഓരോ മതങ്ങളും അവരവരുടെ മതം അത് മാത്രം മതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പരിഹസിക്കുവാനും നിന്ദിക്കുവാനും തുടങ്ങിയാൽ ലോകം എങ്ങനെ നിലനിൽക്കും? സത്യത്തിൽ ആധുനിക ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്നത് മതത്തെയും രാഷ്ട്രത്തെയും അധികാരത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന വലതുപക്ഷ തീവ്രതയുടെ അതിദാരുണമായ ഫലങ്ങളാണ്. ഇതിൻ്റെ നടുവിലാണ് ഹ്യൂമാനിറ്റി ഫസ്റ്റ്, മനുഷ്യത്വമാണ് ആദ്യത്തേതെന്ന് പഠിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ മനോഹരമായ ഒരു അത്ഭുതത്തിൻ്റെ വേദഭാഗം ഇന്ന് നാം വായിച്ചു കേട്ടത്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ഒരു യഹൂദനായിരിക്കെ യഹൂദമതത്തിൻ്റെ അതിർവരമ്പുകളിലാണ് 12 അപ്പോസ്തോലന്മാരും അതുപോലെ തന്നെ തൻ്റെ ചുറ്റുമുള്ള മനുഷ്യരും ബന്ധുമിത്രാദികളും യേശു ക്രിസ്തുവിനെ അളന്ന് കുറിച്ച് നിർണയിച്ചു വെച്ചത്. എന്നാൽ മശിഹായുടെ ആഗമനം വിളിച്ചു വേർതിരിക്കപ്പെട്ട യഹൂദജനത്തിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെയും രക്ഷയാണെന്ന് ആട്ടിടയന്മാരോട് മാലാഖമാർ യേശു ക്രിസ്തുവിൻ്റെ ജനന സമയത്ത് തന്നെ സുവിശേഷിച്ചതാണ്. എന്നാൽ കൂടെയുള്ള 12 അപ്പോസ്തോലന്മാർക്കും യഹൂദജനത്തിനും നസ്രായക്കാരൻ യേശുവിലൂടെ സംജാതമായ സാർവലൗകിക രക്ഷ മനസ്സിലാകുന്നില്ല. യഹൂദ മതത്തിനും യഹൂദ സമൂഹത്തിനും അതിർവരമ്പുകൾ അനവധിയാണ്. അവരെ സംബന്ധിച്ച് വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവജനം അവർ മാത്രം. എവിടെയെങ്കിലും ദൈവത്തിൻ്റെ തേജസ് ഉണ്ടെങ്കിൽ അവരുടെ ദേവാലയമായ യെരൂശലേം ദേവാലയത്തിൽ മാത്രം. രക്ഷയുണ്ടെങ്കിൽ അത് യഹൂദന് മാത്രം എന്ന് ചിന്തിക്കുന്ന യാഥാസ്ഥിതിക മനോഭാവം. അവിടെയാണ് നസ്രായക്കാരൻ യേശു അതിരുകൾ ലംഘിച്ച് സോരിന്റെയും സീദോന്റെയും അതിരുകളിലൂടെ വിജാതിയരുടെ ദേശത്തേക്ക് യാത്ര ചെയ്യുന്നു. കാരണം പിതാവിന്റെ മാർവിൽ നിന്ന് ഇറങ്ങി വന്ന് മറിയാമിന്റെ ഉദരത്തിൽ വസിച്ച് മനുഷ്യരോടുകൂടി അധിവസിക്കുന്ന നിത്യനായ ദൈവപുത്രൻ യഹൂദമതത്തിന്റെ മാത്രം രക്ഷകനല്ല, സർവ്വലോകത്തിൻ്റെയും രക്ഷകനാണ്. അതുകൊണ്ടാണ് യഹൂദന്മാർ പുറജാതികളെന്ന് വിശ്വസിച്ചിരുന്ന യഹൂദ മതത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട വിജാതിയരുടെ മധ്യയിലേക്ക് നസ്രായക്കാരൻ യേശു ഇറങ്ങിച്ചെല്ലുന്നു. അവിടെയാണ് ഇന്നത്തെ വേദഭാഗത്തിന്റെ പശ്ചാത്തലം. കനാന്യക്കാരിയായ ഒരു സ്ത്രീ, അവൾ നിലവിളിച്ചുകൊണ്ട് യേശുവിന്റെ സന്നദ്ധിയിലേക്ക് വരുന്നു. അവളുടെ നിലവിളി ഇപ്രകാരമാണ്: കർത്താവേ, ദാവീദ് പുത്ര, എന്നെ സഹായിക്കണമേ. യഥാർത്ഥത്തിൽ സ്വജാതിയരുടെ ഇടയിൽ, യഹൂദന്മാരുടെ ഇടയിൽ ലഭിക്കാത്ത അതിശ്രേഷ്ഠമായ അംഗീകാരം, തൻ്റെ ഐഡന്റിറ്റിയെ കുറിച്ചുള്ള പ്രഘോഷണം, അതാണ് ഈ വിജാതീയ സ്ത്രീ നിർവഹിക്കുന്നത്. യഹൂദ സമൂഹത്തിൽ 12 അപ്പോസ്തോലന്മാർക്ക് പോലും നസ്രായക്കാരൻ യേശു മശിഹയാണ്, അവൻ ദൈവപുത്രനാണ്, ഞങ്ങളുടെ കർത്താവും ദൈവവുമാണെന്നുള്ള ബോധ്യം ഇതുവരെ ആയിട്ടില്ല. അതേസമയം കനാന്യദേശത്ത് നിന്ന് നിലവിളിച്ചു കൊണ്ടുവരുന്ന സ്ത്രീ വിളിക്കുന്നത് കർത്താവേ, സർവശക്തനായ ദൈവമേ എന്നാണ് അവൾ അഭിസംബോധന ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ യഹൂദ മതപശ്ചാത്തലത്തിൽ യഹൂദന്മാർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മശിഹ, ദാവീദിന്റെ പുത്രൻ എന്ന വിശേഷണം അവൾ ഉപയോഗിക്കുകയാണ്. അവൾ യേശുവിനോട് നിലവിളിക്കുന്നു, എന്നെ സഹായിക്കണമേ, എൻ്റെ മകൾ ഭൂതത്താൽ ബാധിക്കപ്പെട്ടിരിക്കുന്നു. ഈ സംഭവം
അതിൻ്റെ മനോഹാരിത ഒരു നിശബ്ദതയിലാണ്. നസ്രായക്കാരൻ ഒന്നും പ്രതികരിക്കുന്നില്ല. നസ്രായക്കാരൻ നിശബ്ദനാകുന്നു. യഥാർത്ഥത്തിൽ ഇന്നത്തെ വലിയ പ്രശ്നവും ഇത് തന്നെയാണ്. മതവും രാഷ്ട്രവും ദേശവും ഒക്കെ വർഗവൽക്കരിക്കപ്പെടുകയും അധികാര കസേരയ്ക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതികരിക്കണമെങ്കിൽ ശക്തമായ ഒരു നിശബ്ദത ആവശ്യമാണ്. കാരണം കൂടെ വന്നിരിക്കുന്ന 12 പേർക്ക് ഈ വിജാതീയ സ്ത്രീ തള്ളപ്പെട്ടവളാണ്. യേശുക്രിസ്തു ജനിച്ചു വളർന്ന യഹൂദ സമൂഹത്തിൽ ഈ വിജാതീയ സ്ത്രീ രക്ഷയ്ക്ക് അർഹയല്ല. അതുകൊണ്ട് ക്രിസ്തുവിലെ ഗുരു, യേശു ക്രിസ്തുവിലെ മഹനീയനായ അധ്യാപകൻ, അത് ക്രിസ്തുവിൽ വെളിപ്പെടുകയാണ്. അദ്ദേഹം ഒന്നും തന്നെ പ്രതികരിക്കുന്നില്ല. ഉടൻ തന്നെ ശിഷ്യന്മാര് പറയുന്നു, ആ സ്ത്രീ നിലവിളിക്കുന്നില്ലേ, അവളെ പറഞ്ഞയക്കണമേ. ആരെതിർക്കുന്നുവോ അവരിൽ നിന്ന് തന്നെ മനോഹരമായ ഒരു പ്രതികരണം ഉണ്ടാകുന്നു. അതാണ് യഥാർത്ഥത്തിൽ നല്ല ഗുരു പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും അധികം ആവശ്യം അജ്ഞത മാറ്റി ജ്ഞാനത്തിലേക്ക്, ദൈവീക പ്രകാശത്തിലേക്ക് ലോകത്തെ കൊണ്ടുവരികയാണ്. അതിനനുയോജ്യരായ ഗുരുക്കന്മാർ ലോകത്തിലുണ്ടാകണം. എല്ലാ വിശുദ്ധ കുർബാനയിലും കർത്താവെ വഴി നടത്തുവാൻ പ്രാപ്തരായവരെ അവിടുന്ന് തെരഞ്ഞെടുക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വലിയ നോയമ്പിലെ പ്രാർത്ഥനകളിൽ വളരെ മനോഹരമായി പ്രതിധ്വനിക്കുന്ന ശബ്ദമാണ്, ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുവാൻ ആരുമില്ല. വന്യരായ ഗുരുക്കന്മാരെ എഴുന്നേൽപ്പിക്കണമേ. നസ്രായക്കാരനിലെ സ്വർഗീയനായ ഗുരു അതിവിടെ വ്യക്തമാകുന്നു. ആരെ വെറുക്കുന്നുവോ, ആരെ യാഥാസ്ഥിതിക മനോഭാവത്തിലിരിക്കുന്നുവോ അവര് തന്നെ അപേക്ഷിക്കുന്നു, ഈ സ്ത്രീയെ ഒന്ന് പറഞ്ഞയക്കണം. അപ്പോൾ അവരുടെ മനസ്സിനെ കുറെ കൂടെ വ്യക്തമാക്കാൻ വേണ്ടി യേശു പറയുന്നു, യെരൂശലേമിൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട മക്കളുടെ അടുക്കലേക്കാണ് ഞാൻ അയക്കപ്പെട്ടത്. ഗൗരവമായി പ്രതികരിക്കുന്നു. പക്ഷെ അതിന്റെ മറുപടി ശിഷ്യന്മാരല്ല പറയുന്നത്. മറുപടി പറയുന്നത് ഈ കനാന്യ സ്ത്രീയാണ്. അവൾ യേശുക്രിസ്തുവും കർത്താവ് ഉൾപ്പെടുന്ന യഹൂദ സമൂഹത്തിന്റെയും പരിഹാസം അംഗീകരിക്കുന്നു. അതേസമയം അവളുടെ ആവശ്യകത, അവളുടെ വിശ്വാസം, അത് ഈ ലോകത്തിന്റെ എല്ലാ നികൃഷ്ടങ്ങളെക്കാളും, ഈ ലോകത്തിന്റെ എല്ലാ ഒറ്റപ്പെടിയലുകളെക്കാളും അധികമായി നിലകൊള്ളുകയാണ്. അതുകൊണ്ട് അവൾ പറയുന്നു, സഹായിക്കണമേ. അവളോടുള്ള കർത്താവിന്റെ പ്രതികരണം മനോഹരമാണ്. നമുക്ക് ചില ഇഷ്ടക്കേടുകൾ അവിടെ തോന്നിയേക്കാം. യേശു അവളോട് പറയുന്നു, മക്കളുടെ അപ്പം വളർത്തു നായ്ക്കൾക്ക്, എത്ര ഓമനിച്ച് വളർത്തുന്ന നായ്ക്കളാണേലും അതുങ്ങൾക്ക് കൊടുക്കത്തില്ല. മൂലഭാഷയിൽ അങ്ങനെയാണ്. മക്കളുടെ അപ്പം നായ്ക്കൾക്ക് കൊടുക്കത്തില്ല. പക്ഷെ ആ സ്ത്രീ എത്രയോ മനോഹരം. അവൾ ആവർത്തിച്ചു പറയുന്നു, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ കൊണ്ട് ജീവിക്കുന്നുണ്ട്. സത്യത്തിൽ ഈ വേദഭാഗത്തിന്റെ ഈ ഒരു സന്ദർഭം എത്ര മനോഹരം. ഞാനത് വേറൊരു രീതി പറയട്ടെ. സ്വർഗത്തിൽ നിന്ന്, പിതാവിന്റെ മാർവിൽ നിന്ന് മനുഷ്യ സ്നേഹം മുഖാന്തരം ഇറങ്ങി വന്ന ദൈവപുത്രൻ, ആ ദൈവപുത്രൻ ശിഷ്യന്മാരെ പ്രബോധിപ്പിക്കുന്നു, സർവ്വലോകത്തെയും പ്രബോധിപ്പിക്കുന്നു. യഹൂദൻ മാത്രമല്ല, സർവ്വ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ്. സർവ്വ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ്. അതിന്നും നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കൂടെ ചുറ്റുപാടും അധിവസിക്കുന്ന സഹോദരങ്ങൾ, ഹൈന്ദവരായ സഹോദരങ്ങൾ, ഇസ്ലാം സഹോദരങ്ങൾ, വിവിധ മതത്തിൽപ്പെട്ടവർ, വിവിധ ദേശത്തുപെട്ടവർ, യേശുക്രിസ്തു എന്താണ് പഠിപ്പിച്ചത്? സർവശക്തനായ ദൈവം പിതാവാണ്. ആ പിതാവിന്റെ മക്കളാണ് ഏവരും. സത്യത്തിൽ ക്രിസ്തുവിന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ പൈതൃക സ്നേഹമാണ്. റഹമാസ് നോശൂസോ എന്ന് നമ്മുടെ ആരാധനയിൽ പറയും. മനുഷ്യ സ്നേഹം. ആ മനുഷ്യ സ്നേഹം കൊണ്ടാണ് പിതാവിന്റെ മാർവിൽ നിന്ന് പുത്രൻ ഈ ലോകത്തിലേക്ക് അവതരിച്ചത്. അതുകൊണ്ട് മനുഷ്യ സ്നേഹം ക്രിസ്തുവിന്റെ മനസ്സിൽ തുളുമ്പി നിൽക്കുകയാണ്. എന്നാൽ മതത്തിന്റെ അതിർവരമ്പുകൾ ക്രിസ്തുവിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. സത്യത്തിൽ ഒരമ്മയുടെ സ്നേഹവും സ്വർഗസ്ഥനായ പിതാവിന്റെ സ്നേഹവും തമ്മിൽ കണ്ടുമുട്ടുന്ന മഹനീയ സന്ദർഭമാണ് കനാന്യ സ്ത്രീയും
യേശു ക്രിസ്തുവും തമ്മിലുള്ള സംഭാഷണം. മനുഷ്യ സ്നേഹം മൂലം പൈതൃക സ്നേഹം ത്രസിക്കുന്ന മശിഹായുടെ മനസ്സ്, ഭൂതം ബാധിച്ചത് മുഖാന്തരം മകൾക്കു വേണ്ടി തുടിക്കുന്ന അമ്മ മനസ്സ്, ഇത് രണ്ടും ഒരുമിച്ച് ചേരുന്നു. എത്ര മനോഹരം ഈ നിമിഷം! അപ്പോസ്തലന്മാർ ഒന്നും തന്നെ പറയുന്നില്ല. ഈ സ്ത്രീയുടെ അമ്മ മനസ്സ്, അവളുടെ സ്നേഹം, മകളോടുള്ള സ്നേഹം യഥാർത്ഥത്തിൽ അതിലും വേദനിക്കുന്നു. മനുഷ്യരോടുള്ള സ്നേഹത്തിൽ സ്വർഗം ചായ്ച്ചിറങ്ങി വന്ന ദൈവപുത്രന്റെ മനസ്സ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്, നിന്റെ വിശ്വാസം വലുതാണ്. സത്യത്തിൽ നിന്റെ വിശ്വാസം വലുതാണെന്ന് നസ്രായക്കാരൻ യേശു പറഞ്ഞിട്ടുള്ള രണ്ട് സന്ദർഭങ്ങളും യഹൂദന്മാരോടല്ല, വിജാതീയരോടാണ്. ശതാധിപൻ അദ്ദേഹത്തിന്റെ അപേക്ഷയിൽ ശതാധിപനോട് കർത്താവ് പറഞ്ഞു, നിന്റെ വിശ്വാസം വലുത്. ഇവിടെ ഈ കനാന്യ സ്ത്രീയോട് പറയുന്നു, നിന്റെ വിശ്വാസം വലുത്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, എന്താണ് നമുക്ക് ഇന്ന് ആവശ്യം? ഇന്ന് മതത്തിന്റെയോ രാഷ്ട്രത്തിന്റെയോ അതിർവരമ്പുകൾ, അതിലൂടെ രമിക്കുന്ന അധികാരങ്ങൾ, അതല്ല ഇന്ന് മനുഷ്യൻ ആവശ്യം. വളരെ വളരെ പ്രസക്തമായ ഒരാശയം ഈ ലോകത്തിലുണ്ട്. അമേരിക്ക ഫസ്റ്റ് എന്നോ ഇന്ത്യ ഫസ്റ്റ് എന്നോ ചൈന ഫസ്റ്റ് എന്നോ പറഞ്ഞാൽ അത് ലോക സമാധാനത്തിന് വിരുദ്ധമാണ്. എന്നാൽ നമ്മൾ പറയേണ്ടത് ഹ്യൂമാനിറ്റി ഫസ്റ്റ്, മനുഷ്യത്വമാണ് ഒന്നാമത്തേത്. അതാണ് നസ്രായക്കാരൻ പഠിപ്പിച്ചത്. യഹൂദമതത്തിൽ കനാന്യ സ്ത്രീ രക്ഷയ്ക്ക് അർഹയല്ല. യഹൂദമതത്തിൽ സോർസീദോൻ അതിരുകളിൽ അധിവസിക്കുന്ന വിജാതിയർ ദൈവത്തിന്റെ മക്കളല്ല. എന്നാൽ ദൈവത്തിന്റെ പുത്രൻ മതത്തിന്റെ അതിർവരമ്പുകളെ ഖണ്ഡിച്ചുകൊണ്ട് വിജാതിയരുടെ അടുക്കിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. ഇന്ന് ലോകത്തിന് നഷ്ടപ്പെട്ടത് ഈ സാഹോദര്യമാണ്. സാഹോദര്യം നഷ്ടപ്പെട്ടാൽ നിലനിൽപ്പ് തന്നെ ഭീഷണിയാണ്. ഒന്നോർത്ത് നോക്കിക്കേ, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മുങ്ങിത്താണ 83 പേരുടെ ജീവൻ ആരുത്തരം പറയും? പഠിച്ചുകൊണ്ടിരുന്ന 53 കുഞ്ഞുങ്ങൾ ആരുത്തരം പറയും? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിലരുടെ രാഷ്ട്രീയ വൈരാഗ്യം, ചിലരുടെ മതസ്പർദ്ധ മുഖാന്തരം എത്രയോ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെടുന്നു, എത്രയോ സഹോദരിമാർക്ക് ഭർത്താവ് നഷ്ടപ്പെടുന്നു. എന്തെന്ത് ദുരിതങ്ങൾ ഈ ലോകത്തിൽ നടക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, നസ്രായക്കാരൻ യേശു പറയാതെ പറഞ്ഞു വെച്ചു, യഹൂദനല്ല ഒന്നാമത്, ക്രിസ്ത്യാനിയല്ല ഒന്നാമത്, മറിച്ച് ഹ്യൂമാനിറ്റി, ദ ഹോൾ ഹ്യൂമാനിറ്റി, മനുഷ്യവർഗം. അതിന് പ്രാധാന്യം കൊടുത്തേ. മനുഷ്യവർഗത്തിന് പ്രാധാന്യം കൊടുത്താൽ ലോകത്തിലെ ഗതിവിഗതികൾക്ക് മാറ്റമുണ്ടാകും, സമാധാനമുണ്ടാകും. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. രണ്ടാമത്, സർവശക്തനായ ദൈവം നമ്മുടെ പിതാവാണ്. ഞാനും നിങ്ങളും മാത്രമല്ല, ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. ഒരിക്കലും നമുക്ക് വർഗവർണ്ണ വ്യത്യാസത്തിന്റെ പേരിൽ മനുഷ്യനെ എതിർക്കുവാനോ പരിഹസിക്കുവാനോ ഉപദ്രവിക്കുവാനോ കൊല്ലുവാനോ സാധിക്കത്തില്ല. കാരണം എല്ലാവരുടെയും ദൈവമക്കളാണ്. നസ്രായക്കാരൻ യേശു സർവ്വലോകത്തിന്റെയും രക്ഷിതാവാണ്. ഈ വേദഭാഗം, സത്യത്തിൽ ഈ വേദഭാഗത്തിന്റെ ശരിയായ അർത്ഥതലം നസ്രായക്കാരൻ സോർസീദോൻ അതിരിലൂടെ ഇറങ്ങിയത് കൊണ്ടാണ് ഇന്ന് ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ ഞാനും നിങ്ങളും കർത്താവിനെ അറിഞ്ഞ്, രക്ഷകനും ദൈവവുമായി യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് ആരാധിക്കുവാൻ ഇടയായത്. കനാന്യ സ്ത്രീ കർത്താവേ ദാവീദ് പുത്ര എന്ന് വിളിച്ചത് നമ്മൾ മാത്രമല്ല, യഥാർത്ഥത്തിൽ ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും ദൈവസന്നിധിയിലേക്കുള്ള മഹനീയ പ്രാർത്ഥനയാണ്. അതാണ് പ്രതിധ്വനിക്കേണ്ടത് ഇന്നും. യേശു ക്രിസ്തു സർവ്വലോകത്തിൻ്റെയും രക്ഷകനാണ്. സഹോദരങ്ങളെ, എന്താണ് വലുത്? വിശ്വാസമാണ് വലുത്. ഫെയ്ത്ത് ഈസ് ഗ്രേറ്റർ ദാൻ എവരിതിങ്. എല്ലാ മതചിന്തകളും വംശീയ കാഴ്ചപ്പാടുകളും അധികാരവും സമ്പത്തും അതിനേക്കാൾ അപ്പുറം സത്യത്തിൽ വിശ്വാസമാണ്. ആ അമ്മ മനസ്സ് കനാന്യ സ്ത്രീയെ സംബന്ധിച്ച് അവൾ നിന്ദിക്കപ്പെട്ടതും ഒറ്റപ്പെട്ടതും കഷ്ടപ്പെട്ടതും പരിഹസിക്കപ്പെട്ടതും എല്ലാം മകൾക്ക് വേണ്ടി.
നസ്രായക്കാരൻ യേശു ഒറ്റപ്പെട്ടതും കഷ്ടപ്പെട്ടതും പരിഹാസമേറ്റതും എല്ലാം മക്കളായ നമുക്ക് വേണ്ടി പൈതൃക സ്നേഹവും അമ്മ സ്നേഹവും ഒരുമിക്കുന്ന ഈ മഹനീയ സന്ദർഭം, അതാണ് മനോഹരം, അതാണ് പറുദീസ. ദൈവം അനുഗ്രഹിക്കട്ടെ.